ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മൾ ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൊഹബത്ത് കാ സർബത്ത് അല്ലെങ്കിൽ മൊഹബത്ത് കാ ഡ്രിങ്ക്. പേര് പോലെ തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊരു മൊഹബത്ത് ഉണ്ടാവും. അത്ര ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയാക്കുവാൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ സ്ട്രോബെറിയുടെ ജെല്ലി പൗഡർ ഞാൻ ഒരു പാക്കറ്റ് ഇതേപോലെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഒരു ജെല്ലി ഫോം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5-6 മണിക്കൂറോളം നന്നായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നല്ലൊരു ജെല്ലിയുടെ ഒരു കൺസിസ്റ്റൻസി ആവത്തുള്ളൂ. ഇനി ഞാനിത് നന്നായിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിടാം. അപ്പോൾ അതിന് റെഡിയാക്കി വെക്കുക. ഇത് നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി മെയിനായിട്ട് വേണ്ടത് തണ്ണിമത്തങ്ങയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് തണ്ണിമത്തങ്ങ ആയിരിക്കും. നല്ലൊരു വാട്ടറി ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു തണ്ണിമത്തങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല അതിനകത്തെ ചെറിയ കറുത്ത കുരു ഉണ്ടല്ലോ, അതും നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അത് ഇടയ്ക്ക് ഇങ്ങനെ കിടന്നാൽ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കറുത്ത സീഡ് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഒരു തണ്ണിമത്തങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബ്ജ സീഡാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുക്കുക. അതിലേക്ക് നല്ല തണുത്ത പാലെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ട് നല്ല തണുത്ത പാലാണ് വേണ്ടത്. തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു മൊഹബത്ത് കാ സർബത്ത് അല്ലെങ്കിൽ ഡ്രിങ്കിന് അതിൻ്റെ ആ പേര് പോലെ തന്നെ നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ നമുക്കിതിലേക്ക് റോസ് സിറപ്പ് ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോഴും നല്ലൊരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തങ്ങ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് സബ്ജ സീഡാണ്. അപ്പോൾ ഈ സബ്ജ സീഡും ഈ തണ്ണിമത്തങ്ങയൊക്കെ ഇപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ജെല്ലി, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജെല്ലിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കാണാനും ഭംഗിയാണ്, ഇടയ്ക്ക് കഴിക്കാനും നല്ലതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതേപോലെ കാഷ്യൂനട്ട് ഒരു 10 ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് പാല് നല്ല തണുത്ത പാലാണ്, എങ്കിലും ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്തെടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ നോമ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ക്ഷീണമൊക്കെ മാറും. അതേപോലെ ചൂട് സമയത്തും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ വീട്ടിൽ അതുപോലെ ഗസ്റ്റ് വന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇപ്പോഴെല്ലായിടത്തും സുലഭമായിട്ട് കിട്ടും ഈ തണ്ണിമത്തങ്ങയും സബ്ജ സീഡും ഒക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.